ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു അഖില വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഇത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. പിന്നെ ഒരു അരമുറി കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു സ്പൂണ് ഉപ്പും പിന്നീട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ഈ കുക്കറിൽ 2 വിസിൽ ഫുൾ ഫ്ലെയിമിലിട്ട് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ അത് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ മിക്സിയിൽ അരച്ചും കൂടി എടുക്കാം കേട്ടോ. നോക്കാം, ഞാനൊരു അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം ഒരു കുറച്ച് വെള്ളം അതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിൻ്റെ ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒത്തിരി അത് ആടി കിട്ടണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു 2 റൗണ്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ. ഒത്തിരി പൊടിയായി കിട്ടണ്ട, ഇതേ പരുവത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, 2 വിസിൽ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കറി അത്യാവശ്യം ആയിട്ടുണ്ട്. 5 മിനിറ്റ്സ് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി കിട്ടും. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.